സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരീഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമൻ നാരായണീയത്തിൽ ഭഗവാന്റെ മഹത്തായിട്ടുള്ള അവതാരമാണ് പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ക്ലേശാപഹ സ്ത്രീജഗതാം ത്വമിഹാഭിരാസി, എല്ലാ ലോകത്തിലത്തെ അല്ലെങ്കിൽ ലോകത്തിലെല്ലാവരുടെയും ക്ലേശം, ത്രിജഗതാം മൂന്ന് ലോകത്തിലുള്ളവരുടെ ദുഃഖത്തെയും തീർക്കാനായിക്കൊണ്ട് കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിച്ചാൽ എത്രമാത്രം ആ ഒരു ഭംഗി ഉണ്ടാവും, സൗന്ദര്യം, പ്രകാശം, അതേപോലെ പ്രകാശം പരത്തിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ സ്വരൂപമാണ് വർണ്ണിക്കുന്നത്. ബാല്യസ്പൃശാഭിവപുഷാദുഷാ വിഭൂതിരുദ്യത്കിരീടകടകാംഗദകാരഭാസ ശങ്കാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. സൂതിഗേഹേ, ആ പ്രസവിക്കപ്പെട്ടതായ ഗൃഹം, അതാണ് സൂതികാഗൃഹം. കാരാഗൃഹമാണ്. ജയിലിൽ പ്രസവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിപ്പ് ഭഗവാന് മാത്രമേ അങ്ങനെ ഒരു യോഗം ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ചരിത്രത്തിൽ ഓർമ്മയില്ല അല്ലേ. ജയിലിലൊക്കെ ആസ്പത്രിയിൽ പ്രസവം ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം. ജയിലിൽ പ്രസവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് സൂതികേഹേ. അപ്പം എങ്ങനെയാണ് ഭഗവാൻ ശോഭിച്ചത് എന്നാണെങ്കിൽ ബാല്യസ്പൃശ അഭി, ചെറിയൊരു കുട്ടിയുടെ വലിപ്പം തന്നെ ഉള്ളൂ. വലിപ്പം നോക്കുക പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടോ അത്രത്തോളം വലിപ്പം തന്നെ ഉള്ളൂ. പക്ഷേ വലിപ്പം മാത്രമല്ലല്ലോ എല്ലാ കാര്യത്തിനും പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തിന് കാരണമായിരിക്കുന്നത് വിഭൂതി. എല്ലാ പ്രകാരത്തിലും വിഷ്ണുവിൻ്റെ ചിഹ്നം ചെറുതാണെങ്കിലും ഉണ്ട്. ചെറുതായതുകൊണ്ട് വിഷ്ണുവിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല എന്ന് പറയുക. കാരണം ഉത്തരയുടെ ഗർഭത്തിൽ ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിലാണ് ഭഗവാൻ പരീക്ഷത്തിനെ രക്ഷിച്ചത്. അപ്പോൾ ഭഗവാന് ഒരു പെരുവിരലിൻ്റെ വലിപ്പമേ ഉള്ളൂ. പെരുവിരലിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ അതിലും ഉണ്ട് അത്ര ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ്, മഞ്ഞപ്പട്ട് ഒക്കെ ആ പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ഒതുക്കിയിരിക്കുന്നു. മിനി കൃഷ്ണനായിട്ട്, മിനി വിഷ്ണുവായിട്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ കൂടി വലിപ്പം ഉണ്ടാവും. ഇപ്പം ഇതിനേക്കാളും ചെറുതാവാം ഭഗവാൻ, പെരുവിരൽ വരെ ആവാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടിയുടെ വലിപ്പം ആവാനാവശ്യം ഏത് വലിപ്പം വേണമെങ്കിൽ ചെറുത് മുതൽ വലുത് വരെ. ബൃഹത് കൃശസ്ഥൂലനാണ്. അണുക്കളിൽ വെച്ച അണുവും മഹത്തുക്കളിൽ വെച്ചിട്ട് മഹത്വമാണ്. എത്ര വലുതാവുവാൻ പറ്റും, എത്ര ചെറുതാവാനും പറ്റും. അപ്പം അവിടെ ബാല്യസ്പൃശ അഭി, വളരെ ഒരു ബാലരൂപം ആണെങ്കിലും വിഭൂതി ദദുഷ, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ. വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നർത്ഥമാണ്. ഐശ്വര്യത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഉദ്യത് കിരീട കടകാംഗത ഹാരഭാസ, കിരീടം, കടകം, അംഗദം, ഹാരം. ഹാരം മാല, അംഗദം വളകൾ, കിരീടം, കടകം കൈത്തണ്ടയിലിടുന്ന വള ആണല്ലോ അംഗദം, കടകം എന്ന് പറയുന്നത്. കിരീട കടകാംഗത ഹാരഭാസ, മിന്നിങ്ങനെ തിളങ്ങുന്നുണ്ട്. സ്വർണ്ണവും രത്നമൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള അതിഗംഭീര വളകൾ, ആഭരണങ്ങൾ, മാലകളെല്ലാം വിഷ്ണു ചിഹ്നമാണ്. ഈ ശംഖാരി വാരിജഗത അർത്ഥം വളരെ വ്യക്തമാണ്. പരിഭാസിതേന, വളച്ചേട്ടേയില്ല. അരി എന്ന് പറഞ്ഞാൽ ചക്രമാണ് സംസ്കൃതത്തിൽ. അരി എന്ന് പറഞ്ഞാൽ ശംഖ് പ്ലസ് അരി. മലയാളത്തിലത്തെ അരിയല്ല കേട്ടോ, അരി വയ്ക്കണതല്ല. അരി എന്ന് പറഞ്ഞാൽ ചക്രം എന്നർത്ഥമാണ്. ശംഖ്, ചക്രം. വാരിജം എന്ന് പറഞ്ഞാൽ താമര. വാരിജം വെള്ളത്തിൽ നിന്നുണ്ടായത്, ജലത്തിൽ നിന്നുണ്ടായത് ജലജ, വെള്ളത്തിൽ നിന്നുണ്ടായത് വാരിജം. ജ കൂട്ടിയാണ് ജനിച്ചത് എന്നാ. അപ്പം വാരിജം താമര. ശംഖാരി വാരിജ ഗദ, അപ്പം 4 ആയി. ശംഖ്, അരി, ചക്രം. വാരിജം, വാരിജം താമര. ഗദ പരിഭാസിതേന, ഇവയാൽ ശോഭിക്കപ്പെട്ടുകൊണ്ട്. മേഘാസിതേന, മേഘം പോലെ നീല നിറമുള്ള ശരീരം. മേഘാസിതേന, അസിതം എന്ന് പറഞ്ഞാൽ കറുപ്പ്, സിതം എന്ന് പറഞ്ഞാൽ വെളുപ്പ്, അസിതം കറുപ്പ്. അസിതേന വപുഷ, ശരീരത്തോടുകൂടി. സൂതിഗേഹേ പരിലേസിത,
ആ സൂതിഗേഹത്തിൽ അങ്ങ് പരിശോഭിച്ചു. പരിലേസിത ശോഭിച്ചു എന്നർത്ഥം. ബാല്യസ്പൃശാപി ഉദ്യത്കിരീട കടകാങ്കലകാരഭാസ ശങ്കാരി വാരിജഗതാ പരിഭാസിതേന മേഘാതിഥേന വിഭൂതി. ഈ പറഞ്ഞ ചിഹ്നങ്ങളാൽ, വിഭൂതികളാൽ എന്നർത്ഥം. മേഘാസിതേന നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ആ സൂതീഗൃഹത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങ് ശോഭിച്ചു. എവിടെ, ഏത് വിധത്തിലായ എന്താ? ഭഗവാൻ തന്നെയല്ലേ. സൗന്ദര്യത്തരതോപി സുന്ദരതരമാണ്. കണ്ടു കഴിഞ്ഞാൽ മുഖത്തുനിന്ന് ആ ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ ആർക്കും തോന്നില്ല. അങ്ങനെ സൂതിഗേഹേ വിലേസിത പരിശോഭിച്ചു എന്നർത്ഥം. ഭാഗവതത്തിൽ തമബുധം ബാലകമംബുജേക്ഷണം ചതുർഭുജം ജംഗഗദാദ്യതായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം ദാന്ദ്രവയോധസൗപകം മഹാർഘവൈഡൂര്യകിരീടകുണ്ടലത്തുഷാപരിഷക്തതകത്രകുന്തളം ഉദ്ദാമകാഞ്ചങ്കതകങ്കണാദിവിർ വിരോചമാനം വസുദേവൈക്ഷത എന്ന് പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം, അവതാര ശ്ലോകം ഇവിടെ വേറെ വാക്കുകളിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും പരമാനന്ദത്തെ കൊടുത്തുകൊണ്ട് ഭഗവാന്റെ ആ ഒരു അവതാരം സ്വരൂപം വസുദേവർ കണ്ടു. ഭഗവാനെ വളരെയേറെ ഭക്തിയോടുകൂടി സ്തുതിക്കൂ. ദേവകി കണ്ടു, ദേവകി സ്തുതിച്ചു. ഭഗവാനെ കണ്ടാൽ ആരും സ്തുതിക്കണം. അത് പഴയൊരു ചിട്ടവട്ടാണ്. വസുദേവർ ഒരുപാട് സ്തുതിച്ചതായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. സത്യ രജസ് തമോ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങളാണ്. സൃഷ്ടിക്കായിക്കൊണ്ട് രജോ ഗുണമാണ്, നിലനിർത്താൻ വേണ്ടിയിട്ട് സത്വഗുണമാണ്, ഇല്ലാണ്ടാക്കാൻ വേണ്ടി തമോ ഗുണമായിട്ടും ഈ ലോകത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ അവിടെ സ്തുതിയുണ്ട്. ഇവിടെ പറയുകയാണ് ശൗരിസ്തു, ശൗരിയാകട്ടെ ധീരമുനിമണ്ഡല ചേതസോഭി ദൂരസ്ഥിതം നവരുദീക്ഷ നിജേക്ഷണാഭ്യാം. യോഗശക്തി കൊണ്ടും ധ്യാനശക്തി കൊണ്ടും മാത്രം കാണാൻ പറ്റണ ആളാണ് ഭഗവാൻ അല്ലേ. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവാം, വളരെ കുറച്ച് ഭാഗ്യവാന്മാർ, അല്ലാത്തവർക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ കുറേയും കൂടി ആളുകൾക്ക് കാണാവുന്ന ഒരു ഭാവമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ധ്യാന ദൃഷ്ടിയിൽ കാണുക. കുറേ ആൾക്ക് കാണാൻ പറ്റും, അത് ശരിക്കല്ലല്ലോ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ധീരമുനിമണ്ഡല ചേതസോപി, വളരെയധികം ധീരന്മാരായിരിക്കുന്ന മുനിമണ്ഡലം ചേതസോപി, മഹർഷിമാരുടെ മനസ്സിൽ ശോഭിക്കുന്നതായ ഭഗവാനെ എന്ന് പറയണം. കണ്ടു. ദൂരസ്ഥിത ബപുരുദീക്ഷ ദിജേക്ഷണാഭ്യാം, അവരുടെ മനസ്സിൽ അനായാസേന ശോഭിക്കുന്ന എന്നല്ല പറഞ്ഞത്, പ്രയാസമുണ്ട്. വേഗം ഇങ്ങോട്ട് തെളിയൊന്നുമില്ല. ശരസ്വരൂപം തെളിഞ്ഞാൽ ഈശ്വരൻ നമുക്ക് സ്വാധീനമായി എന്നാണല്ലോ, അത് എളുപ്പമുണ്ടാവും. അതാണ് ദൂരസ്ഥിതം എന്നാണ് വാക്ക്. ധീരമുനി മണ്ഡല ചേതസകളിൽ ധീരമുനിയായിട്ടുള്ള അവരുടെ മനസ്സിൽ അത്ര വേഗം കിട്ടാത്ത എന്ന് പറഞ്ഞിരിക്കണം. ദൂരസ്ഥിതം, അവർക്ക് കൂടി എളുപ്പമല്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സ്വരൂപം കണ്ടിട്ട് നിജേക്ഷണാഭ്യാം, തൻ്റെ കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങളെ കൊണ്ടും മാംസചക്ഷുസുകളെ കൊണ്ടും കണ്ടിട്ട് ആനന്ദ ബാഷ്പ പുളകോദ്ഗതഗദ്ഗദാത്രതുഷ്ടാപദൃഷ്ടി മകരന്ദരസം ഭവന്തം ആനന്ദബാഷ്പം പൊഴിച്ചു. രണ്ട് കണ്ണിന്നും ധാരധാരയായിട്ട് വെള്ളമൊഴുകി. എന്നിട്ടോ പുളകോദ്ഗമഗദ്ഗദാദ്രഗദ്ഗത കണ്ഠത്തോടു കൂടിയിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. ഭക്തി കൊണ്ട് കണ്ണുനീര് തൊണ്ടയിൽ തടഞ്ഞതുകൊണ്ട് ശബ്ദം ശരിക്ക് പുറത്തേക്ക് വരുന്നില്ല, എന്നാലോ ഇടറിക്കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തു. അതാണ് ഇവിടെ ആനന്ദബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടിമകരന്ദരസം, കണ്ണിന് അമൃതം പോലെ. മകരന്തം ഇവിടെ തേന് ആവാം, തേന് അമൃത സമാനമായിരിക്കുന്ന മകരന്ദരസം, കണ്ണിന് തേൻ കുഴമ്പായ തേൻ പോലെ മധുരമായിരിക്കുന്ന നാവിന് മധുരം തേനാണ്. പക്ഷെ അത് എപ്രകാരം നാവിന് മധുരം ഉണ്ടോ, നല്ല തേന്, അതേപോലെ കണ്ണിന് ഇവിടെ മധുരമായി ഭവിച്ചു. കണ്ണിന് മധുരം തേനല്ല, കണ്ണിനെന്താ മധുരം?
നല്ല കാഴ്ച അല്ലേ? ഓരോ അവയവങ്ങൾക്കും ഓരോന്ന്. ചെവിക്ക് മധുരം എന്താ? നല്ല ശബ്ദം. കണ്ണിന് മധുരം നല്ല കാഴ്ച. നാവിന് മധുരം തേന്. അപ്പം നാവിന് പ്രകാരം തേന് മധുരമായി തീരുന്നുവോ ഒന്നും ഉപമിച്ചു. അതേപോലെ ഇവിടെ കണ്ണിന് തേൻ സമാനമായ ആനന്ദത്തെ അനുഭവിച്ചു. പറയണു, വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതിയെ പരാ. ആകതാണ് കേട്ടോ അത്. പ്രകൃതിയിൽ നിന്ന് വേറെ നിൽക്കുന്ന, ഈ കാണുന്ന മായയിൽ ഒന്നും നിൽക്കാത്ത, അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷ പ്രകൃതിയെ പര, കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക്, എല്ലാ ബുദ്ധിയിൽ ഉള്ളവർക്കും കാണുന്ന, മാത്രം കാണപ്പെടുന്നതായ അനുഭവ സ്വരൂപിയാണ് അല്ലയോ സർവേശ്വര അവിടുന്ന്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഭഗവാന്റെ നേരിട്ടിട്ടുള്ള ഒരു അനുഭവം ആവണമെന്നില്ല പലർക്കും. അതുകൊണ്ട് അവർക്കൊന്നും അനുഭവം ഇല്ലയെന്നോ അനുഭവം ഉണ്ടാവാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറയുക വയ്യ. അനുഭവ സ്വരൂപദൃക്ക് എന്ന് പറഞ്ഞാൽ കേവലാനുഭവാനന്ദ സ്വരൂപ, ഈശ്വരനുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക? അതിനെന്താണ് തെളിവ്? അല്ലെങ്കിൽ എന്താണ് ചോദിച്ചാൽ അനുഭവമാണ് അതിനുള്ള ഒരേ ഒരു തെളിവ്. ഈ അനുഭവം വിശ്വാസം കൊണ്ടേ ഉണ്ടാവുള്ളൂ. തെളിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര വിശ്വസിച്ചിട്ട് തെളിയാനേ പറ്റൂ. ഇതൊരു പ്രത്യേകതയാണ് ആത്മീയത്തിൽ. ഞാൻ തെളിഞ്ഞാൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കുക എന്ന് ചോദിച്ചാൽ ആജീവനാന്തം അയാൾ വിശ്വസിക്കാതിരിക്കുക, തെളിയിക്കാതിരിക്കുക, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വിശ്വസിച്ച് നോക്കൂ, അപ്പോഴാണ് അനുഭവം ഉണ്ടാവുക. പലർക്കും പലതരത്തിലാവും. അപ്പോൾ അനുഭവത്തിൽ തെളിയുന്നതായിട്ടുള്ള സർവേശ്വര, അങ്ങനെയുള്ള തത്വമാണ് അവിടുന്ന്. പിന്നെ കുറേ ഉണ്ട്, എല്ലാ ശ്ലോകങ്ങളൊന്നും പറയണമൊന്നുമില്ല. അനുമേയമായിരിക്കുന്ന, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായ ആത്മസ്വരൂപിയാണ് അവിടുന്ന്. അങ്ങനെ അവതാരങ്ങളൊക്കെ അങ്ങയുടെ വിനോദങ്ങളാണ്. എന്നാലും നേരമ്പോക്കായിട്ടുള്ള ആ അവതാരങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? ഒരുപാട് ഗുണങ്ങളുണ്ട്. ദുഷ്ടസംഹാരം, സജ്ജന സംരക്ഷണം, അതുവഴി ധർമ്മ സംരക്ഷണവും ഉണ്ട്. ഈ മൂന്നെണ്ണമാണ് ഭഗവാന്റെ അവതാരങ്ങൾക്ക്. ഇപ്പം വിനാ അനുവാദം ന തൻ മനീഷിതം. ഭഗവാനിതൊരു നേരമ്പോക്കാണ് എങ്കിലും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം, ദുഷ്ടന്മാരുടെ നാശത്തിനും പരിത്രാണായ നല്ല ആൾക്കാരുടെ രക്ഷണത്തിന് വേണ്ടിയിട്ടും ധർമ്മ സംസ്ഥാപനായ, ഇത് രണ്ടുമായ ധർമ്മം സംസ്ഥാപിക്കപ്പെടും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ അങ്ങയുടെ അവതാരത്തിൽ കൂടെ നിറവേറ്റപ്പെടുന്നു. അത്ര ഗൗരവമായിട്ട് ഭഗവാൻ അതിനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ പ്രവൃത്തികൾ ചെയ്യണ പോലെ ഭഗവാൻ അനായാസേന അത് ചെയ്യണമെന്നർത്ഥം. ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് അതങ്ങ് നടക്കും ഭഗവാൻ അവതരിച്ചാൽ. നമുക്ക് ബുദ്ധിമുട്ടുള്ള പോലെ ഭഗവാൻ എന്തിനേലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സർഗായ രക്തൻ രജസോപബൃംഹിതം, സൃഷ്ടിക്ക് വേണ്ടിക്കൊണ്ട് രജോ ഗുണവും, രക്തം നമ്മുടെ ചുവപ്പാണ്, അപ്പോൾ അതാണ് രജോ ഗുണം. രജസോപബൃംഹിതം കൃഷ്ണഞ്ച വർണ്ണം, നിലനിർത്താൻ വേണ്ടിയിട്ട് സത്വഗുണത്തെയും കൃഷ്ണഞ്ച വർണ്ണം, കറുപ്പ്, തമോ ഗുണ കറുപ്പിൻ്റെ ലക്ഷ്യമാണ്, കറുപ്പിൻ്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണഞ്ച വർണ്ണം എന്ന് പറഞ്ഞത് തമോ ഗുണത്തെ ആശ്രയിച്ച് സംഹാരവും നടത്തുന്നു. അനവധി ദുഷ്ടരാജാക്കന്മാരെ അങ്ങ് ഈ അവതാരത്തിൽ കൂടെ അല്ലയോ കൃഷ്ണ വധിക്കും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കംസൻ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വരും. ദേവകി പ്രസവിച്ചു എന്ന് കേട്ടാൽ കംസൻ വെറുതെ ഇരിക്കുമോ? അപ്പം അതുകൊണ്ട് കംസന് ഈ ഭൂവത്തെ കാണാനുള്ള ഭാഗ്യം പോലും ഭഗവാൻ കൊടുക്കണില്ല. അതാണ് ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ഭാഗ്യമുള്ളപ്പോഴേ കാണാൻ പറ്റൂ. ഇനി കുറേ കഴിഞ്ഞിട്ട് കാണും. കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോഴേക്കും കംസൻ്റെ കാലവും കഴിയില്ല. പിന്നെ ആ കൃഷ്ണനാൽ വധം ഉണ്ടാകുമ്പോഴാണ് കാണാൻ പോകണം. അതുവരെ കാണിച്ചു കൊടുത്തില്ല ഭഗവാൻ. അതാണ് കാണണ്ട എന്ന് വിചാരിച്ചിട്ട് വേഗം ഈ സ്വരൂപത്തെ മറയ്ക്കണം എന്ന് പറഞ്ഞത്. വിഷ്ണു സ്വരൂപത്തെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹായിക്കുന്ന കാര്യമാണോ? വേണച്ചാൽ മനുഷ്യ സ്വരൂപത്തെ കണ്ടോട്ടെ എന്ന് വസുദേവർക്ക് തോന്നി. അതുകൊണ്ട് ഭഗവാനെ രണ്ട് കൈയുള്ള സ്വരൂപത്തെ സ്വീകരിക്കണം. രാമായണത്തിലും അതല്ലേ, ബാലഭാവത്തെ പൂണ്ട് രണ്ട് കൈയുള്ള സ്വരൂപത്തെ സ്വീകരിക്കണമേ. ലാളനാശ്ലേഷനാദി അല്ലേ,
അമ്മയ്ക്ക് കുട്ടികളെ ലാളിക്കാനോ ആശ്ലേഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാവുമല്ലോ താല്പര്യം ഉണ്ടാവുക. അങ്ങനെ അങ്ങയെ കാണാനും അങ്ങയെ വളർത്താനും ആനന്ദം അനുഭവിക്കാനും എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ 4 കൈയും ശംഖും ചക്രമൊക്കെ ആയ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് കുട്ടിയെ വളർത്തുക? അപ്പോൾ ഉണ്ണി ഉണ്ടാവുക എന്നുള്ള സന്തോഷത്തിനായി കൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? 4 കൈയൊക്കെ മറച്ച് 2 കൈയുള്ള ബാലഭാവത്തെ കൊള്ളയണമേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ ഇവിടെയും പറയുകയാണ്, ഈ രൂപത്തെ കംസൻ വരുന്നതിന് മുമ്പ് ഉപസംഹരിക്കണമേ. ഉപസംഹര വിശ്വാത്മൻ തതോ രൂപം അലൗകികം. അലൗകികമായിട്ടുള്ള ഈ രൂപത്തെ ഉപസംഹരിക്കണം. ഏതായാലും ഇവിടെ തുരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊക്കെ ഭാഗവതം പറഞ്ഞു കേട്ടോ. ആനന്ദ ബാഷ്പ പുളകോർക്കമ ഗർഗദാർദ്ര തുഷ്ടാവ ദൃഷ്ടിമകരന്ത രസം ഭവന്തം. അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങയെ ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ചു. അവിടെ സ്വരൂപത്തെ വർണ്ണിക്കുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകം. വക്ഷസ്ഥലീ തുകനിലീന വിലാസലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ കല കംസകൃതാം അലക്ഷ്മി മുർമാർജയന്നിവ വിരേചിത വാസുദേവ. 4-ാമത്തെ ശ്ലോകം പറഞ്ഞില്ലേ അല്ലേ? ഇപ്പോൾ ഭഗവാന്റെ സ്വരൂപത്തെ തുടർന്ന് വർണ്ണിക്കുകയാണ്. നേരത്തെ ശംഖചക്രഗദാപത്മാദികളെ വർണ്ണിച്ചു. പ്ലോഹേ വാസുദേവ സംബോധന. ത്വം വക്ഷസ്ഥലീ സുഖനിലീന വിലാസലക്ഷ്മി. അതാണ് 4-ാമത്തെ ശ്ലോകം. മാറത്ത് ലക്ഷ്മി ദേവി ഉണ്ട്. അതാണ് ശ്രീവത്സലക്ഷ്മം. ഇവിടെ ശ്രീവത്സം എന്നുള്ള വാക്കിനർത്ഥം 6 എന്നാണ് കേട്ടോ. ശരിക്കും ഇവിടെ രത്നം എന്നുള്ള അർത്ഥമുള്ളത്. ഇവിടെ ശ്രീവത്സത്തിൽ എങ്ങനെയാണ് ലക്ഷ്മി ഉണ്ടാവുക? മാറത്ത് ലക്ഷ്മി ദേവി ഉണ്ടായി. വക്ഷസ്ഥലീ സുഖനിലീന വിലാസലക്ഷ്മി. ലക്ഷ്മി നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹം. നിശങ്കമായിട്ട് എന്ന് പറഞ്ഞാൽ ശങ്കയില്ലാതെ മാറത്ത് വിഹരിക്കാൻ ഉള്ള അധികാരം ആർക്കേ ഉള്ളൂ? മഹാലക്ഷ്മിക്ക് മാത്രമേ ഭഗവാൻ അത് കൊടുത്തിട്ടുള്ളൂ. ഭൂമിക്കും കൂടി ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. പാദസേവയ്ക്ക് ഒരു സ്ഥാനം ലക്ഷ്മിക്ക്, അതേപോലെ മാറത്ത് വിലസാൻ 2-ാമത്തെ സ്ഥാനം. 2 ലക്ഷ്മിക്കാണ് കൊടുത്തത്. അപ്പം ലക്ഷ്മിക്ക് ഭഗവാനും ഉണ്ട് കുറച്ച് പക്ഷഭേദം തോന്നുന്നു. പാദസേവയ്ക്കുള്ള ചാൻസ് എങ്കിലും ഭൂമിക്ക് കൊടുത്തുകൂടെ എന്ന് ചിലർക്കൊരു സംശയം. നമുക്കിപ്പോൾ സംശയിക്കാൻ അധികാരമൊന്നുമില്ലല്ലോ. നിശ്ചയിക്കേണ്ടത് ഭഗവാനാണ്. ഭൂമിദേവി തലയുടെ ഭാഗത്ത് അത്ര ഇരിക്കുക, തലയ്ക്കും ഭാഗത്ത് ഭൂമി ഇരിക്കും. ഞാൻ അവിടെ ഇരുന്നോന്നാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ തലയ്ക്ക് ഇപ്പോൾ കുറവുണ്ടോ? നമ്മളോരോ തോന്നലാണ്. മാറത്തിരിക്കുക, പാദസേവ ചെയ്യുക, ഈ 2 പോർട്ട്ഫോളിയോ ലക്ഷ്മിക്ക് കൊടുത്ത വകുപ്പുകളാണ്. അത് നമ്മുടെ വിലാസലക്ഷ്മി. വക്ഷസ്ഥലീ സുഖനിലീന വിലാസലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദയ. അക്ഷരങ്ങളൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത് നോക്കൂ. നാരായണീയം എഴുതുന്ന സമയത്ത് ഭട്ടതിരിപ്പാടിൻ്റെ മുമ്പിൽ അക്ഷരങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കും എന്നാണ്. എന്നെ എടുക്കൂ എന്നെ എടുക്കൂ. നമുക്ക് തോന്നും ചെയ്യും. അങ്ങനെയുള്ള കടാക്ഷങ്ങളെ കൊണ്ട് കംസൻ്റെ അന്തഃപുരത്തിലെ എല്ലാ അലക്ഷ്മി നീക്കി. കംസൻ്റെ അവിടെ ലക്ഷ്മി കുറച്ച് ഉണ്ടാവും, കാരണം ദുഷ്ടത്തരല്ലേ ഉള്ളൂ. തന്മന്ദിരസ്യ കല കംസകൃതാം. കലൻ ദുഷ്ടനായിരിക്കുന്ന കംസന സൃഷ്ടിക്കപ്പെട്ട അലക്ഷ്മി ഉന്മാർജയന്നിവ. അലക്ഷ്മി അമംഗളം അതിനെയൊക്കെ ഓടിക്കുന്ന വിധത്തിൽ നിർത്തും. ഭഗവാൻ അങ്ങോട്ട് പ്രകാശിച്ചാൽ പിന്നെ ആ ലക്ഷ്മിക്ക് അവിടെ സ്ഥാനമുണ്ടോ? കാരണം ലക്ഷ്മിമാർ തന്നെയുണ്ട്. ലക്ഷ്മിയിലോടത്ത് ലക്ഷ്മി ഉണ്ടാവില്ല, ലക്ഷ്മിയിലോടത്ത് ലക്ഷ്മി ഉണ്ടാവില്ല. ചേട്ട ഉള്ള ദിക്കിൽ ലക്ഷ്മി വിളങ്ങില്ല എന്നാണ്. ലക്ഷ്മിയുടെ ദിക്കിൽ ചേട്ടയും ഉണ്ടാവില്ല. ഇത് 2 ഏട്ടത്തി അനിയത്തിയും വല്ലാതെ ശത്രുക്കളാത്രേ. അപ്പം അതുകൊണ്ട് അവിടുത്തെ കംസനാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവിധ അലക്ഷ്മിയെയും അമംഗളങ്ങളെയും മാറ്റി പ്രകാശം പരത്തിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ വിലസിയത്. വക്ഷസ്ഥലീ സുഖനിലീന വിലാസലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ കല കംസകൃതാം അലക്ഷ്മി. കംസൻ ഉണ്ടാക്കി വെച്ച അലക്ഷ്മികളെ ഓടിച്ചുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഉന്മാർജയന്നിവ വിരേചിത വാസുദേവ. അല്ലയോ വാസുദേവ, അങ്ങ് അവിടെ ശോഭിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.